ഇന്ന് കണ്ട അനുഭവം എന്താണ്? സ്ത്രീ അങ്ങോട്ട് മുട്ടുക. കാലം മാറി. സ്ത്രീക്ക് എന്താണ് പറ്റണത്? എന്നിട്ട് സ്ത്രീകളെ പൊക്കി പിടിച്ച് സംസാരിക്കുക. ഞാൻ വിട്ടുകൊടുക്കില്ല ഈ കാര്യം. കാരണം ഒരെണ്ണം മുമ്പുണ്ടായി. അതിനുശേഷം ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു. ഒന്നാമത് നമ്മൾ സെൽഫി എടുക്കുമ്പോൾ ഒരു പുരുഷനും സ്ത്രീ എടുത്ത് സെൽഫി എടുക്കുമ്പോൾ എപ്പോഴും നമ്മളോട് ചേർന്നാണ് സെൽഫി കിട്ടുക. അതേസമയം അതേ ഫോട്ടോ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ അവർ ചേർന്നല്ല നിൽക്കുന്നത്. ഒരു സ്ത്രീ സെൽഫി ഷൂട്ട് ചെയ്യണം ഇങ്ങനെ പിടിച്ച് വീഡിയോ. ഇവള് ഒരു മുട്ട് കിട്ടിയ സാധാരണ അഭിമാനമുള്ള ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീ മേത്ത് ടച്ച് ചെയ്യുമ്പോൾ അറിയാതെ ബസ്സിലാണെങ്കിൽ പോലും അവളൊന്ന് ഒതുങ്ങും. ഇല്ലേ? ഞാനാണെങ്കിൽ ഒതുങ്ങി നിൽക്കും. ഇനി അതല്ല, കൂടുതലും മുട്ട് ആദ്യം നമ്മൾ പറയേണ്ട എന്താണ്? വീഡിയോ എടുത്ത് ആൾക്കാരെ പ്രചരിപ്പിക്കുക. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ വേറെ ചിന്താഗതിയാണ്. പറയണം, ഒന്ന് നീങ്ങിക്കട്ടെ ചേട്ടാ, സന്തോഷപൂർവ്വം പറയാം. ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്, അത്രയും പേരെ കേൾക്കുള്ളൂ. ഇത് ചെയ്തത് എന്താണ്? ആ പുരുഷൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി അയാളെ അറിയാതെ നിൽക്കുക. ഇത് അങ്ങോട്ട് ചെന്ന് മുട്ടനാണ് കാണുന്നത്. എന്നിട്ട് വീഡിയോ എടുത്തിട്ട് രസിക്കുക. എന്താണ്? അതും പോരാഞ്ഞിട്ട് ആ പാവപ്പെട്ട മനുഷ്യനെ മീഡിയയിൽ മുഴുവൻ കൊടുത്ത് ഇത് മുഴുവൻ അറിഞ്ഞ് അവരുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായി അയാൾ ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോൾ സ്ത്രീയുടെ ഒരു പോക്ക് എങ്ങോട്ടാണ്? ഞാനും സ്ത്രീയാ. നമ്മളെ സ്ത്രീകൾ 100% ഇപ്പം 80 ഉള്ളൂ. 20% ഇതിനായിട്ട് നടക്കുക. എങ്ങനെ ഒരു പുരുഷനെ ആക്രമിക്കാം? കുറേ ഫെമിനിസ്റ്റുകൾ അതിനുവേണ്ടി നടക്കുക. എന്തിനാണ് ഈ പുരുഷനെ ആക്രമിക്കുന്നത്?